ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇതുപോലൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനായിട്ട് നമുക്ക് വേറെ കറിയൊന്നും തയ്യാറാക്കിയിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചൂടോടെ തന്നെ വെറുതെ കഴിക്കാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കാം. ഈ ഒരു ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കരിഞ്ഞൊന്ന് പോകാണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദോശയ്ക്ക് നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു സമയത്തിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു സവാളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്കും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു അളവിലാണ് ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു വിസ്കൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതിപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം തന്നെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഗോതമ്പ് ദോശയുടെ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണ ആ ഒരു പരുവത്തിൽ വേണം ഈ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്ര മതി. ഇത് വെച്ചിട്ട് ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഈ ഒരു ദോശ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണ പോലെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റില്ല കേട്ടോ. അത് കുറച്ച് കനത്തിലാണ് ഈ ഒരു ദോശ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എത്രത്തോണ്ട് ഇത് കനം കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും ആ ഒരു ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദോശയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിനായിട്ട് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ട് എടുത്താലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെയോ അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്